അവനവിടെ ചെന്നെന്ന് അൽ ജസീറ, അയ്യോ അവൻ ഇവിടെങ്ങും വന്നില്ലേ എന്ന് UAE. ആരാണവൻ? ആരാണയാൾ? അത് വേറെ ആരുമല്ല, നമ്മുടെ സാക്ഷാൽ സയനിസ്റ്റ് സംഘത്തെ ഇന്ന് നയിക്കുന്ന നെതന്യാഹു ആണത്. കഴിഞ്ഞ 2 ദിവസമായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്ന ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ് UAEയും ഈ പറയുന്ന ഇസ്രയേലും തമ്മിലുള്ള ബന്ധം. അതിൽ UAE ഈ ഗൾഫ് യുദ്ധത്തിനിടയിൽ, അഥവാ ഇറാഖിനെ ആക്രമിച്ച ആ യുദ്ധത്തിനിടയിൽ ഇറാഖിനെ കടന്നാക്രമിക്കുന്നതിന് UAEയുടെ താവളം ഉപയോഗപ്പെടുത്തി എന്നുള്ളതായിരുന്നു ആദ്യത്തെ വാർത്ത. എന്നാൽ അത്തരമൊരു സംഭവം ഉണ്ടായില്ലെന്ന് UAE നിഷേധിച്ചു. തങ്ങളുടെ താവളം ഒരിക്കലും അങ്ങനെ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടില്ലെന്നാണ് UAEയുടെ വാദം. ഇതിനിടയിലാണ് വേറൊരു ഞെട്ടിപ്പിക്കുന്ന വിവരവുമായി അൽ ജസീറ ന്യൂസ് രംഗത്ത് വന്നത്. അത് വേറൊന്നുമല്ല, ഡ്യൂറിങ് ദി വാർ ഡേയ്സ് നെതന്യാഹു വിസിറ്റഡ് UAE. അതാണ് അവരുടെ പോയിന്റ്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ നെതന്യാഹു UAE സന്ദർശിച്ചിരുന്നു. ചില തന്ത്രപ്രധാനമായ കാര്യങ്ങൾക്കാണ് വന്നത്, അത് ഇറാനെതിരെയുള്ള നീക്കങ്ങൾക്കായിരുന്നു എന്ന തരത്തിലൊക്കെ വിശകലനം വന്നു. ആ വിശകലനത്തിൻ്റെ റിസ്ക് ആൻഡ് കോസ്റ്റ് UAEക്ക് നന്നായി അറിയാം. അല്ലെങ്കിൽ തന്നെ ഇറാൻ്റെ പ്രത്യാക്രമണത്തിൽ അവരൊന്നാമതായി മാർക്ക് ചെയ്തിരിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് UAE. അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും മറ്റ് രാജ്യങ്ങളെക്കാൾ കൂടുതൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് മാറി അകന്ന് ചില തീരുമാനങ്ങൾ UAE എടുത്തിട്ടുള്ളതും. ഏതായാലും ഈ സന്ദർഭത്തിൽ അങ്ങനെ ഒരു റിസ്ക് ആൻഡ് കോസ്റ്റിലേക്ക് UAE വരാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് വളരെ കൃത്യമായി UAE പറഞ്ഞു, അങ്ങനെ ഒരാൾ ഞങ്ങളുടെ രാജ്യത്ത് വന്നിട്ടേയില്ല, യുദ്ധസമയത്തും വന്നിട്ടില്ല, അടുത്ത സമയത്തും വന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം എന്നുള്ളതാണ്. സാധാരണ രാജ്യത്തിൻ്റെ നേതാക്കൾ ഓരോ രാജ്യത്തും വരുന്നത് അഭിമാനമാണെങ്കിൽ നെതന്യാഹുവിനെ പോലെ ഒരുത്തനെ ആകെ വെൽക്കം ചെയ്യുന്നത് അമേരിക്ക മാത്രമാണ്. വേറൊരു രാജ്യത്തും അയാളെ വെൽക്കം ചെയ്യുന്നതേയില്ല. പിന്നെയുള്ളത് ഇന്ത്യയിലാണ്. അല്ലാതെ ഏത് രാജ്യങ്ങളിൽ ചെന്നാലും അവിടങ്ങളിൽ പ്രതിഷേധം വളരെ ശക്തമാണ്. പാകിസ്ഥാനിലൊന്നും വരാനേ പറ്റില്ല. ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും അവർ ഇൻട്രസ്റ്റ് എടുക്കാറില്ല. കാരണം അദ്ദേഹം വരുന്നത് ഒരു ക്രമസമാധാന പ്രശ്നമാണ്. എന്തിനാണ് സ്വന്തം രാജ്യത്ത് ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാൻ ഏത് ഭരണാധികാരിയാണ് ഇഷ്ടപ്പെടുക? അതുകൊണ്ട് അവർ വരാൻ തയ്യാറേ അല്ല. ഏതായാലും UAEയും അക്കാര്യം വളരെ കൃത്യമായി നിഷേധിച്ചു. ഒരിക്കലും തങ്ങളുടെ രാജ്യത്തേക്ക് നെതന്യാഹു വന്നിട്ടില്ലെന്നും തങ്ങൾ ഇറാനെതിരെ യുദ്ധം ചെയ്തിട്ടില്ലെന്നുമാണ് UAEയുടെ ഉറച്ച വാദം. അത് എല്ലാവരോടും പറഞ്ഞു.